ചുട്ടുപൊള്ളുന്ന പാലക്കാടിന്റെ മണ്ണിലേക്ക് വിട്ടാലോ? തീർച്ചയായും. പാലക്കാടിന്റെ രാഷ്ട്രീയ ചിത്രം 2021 പാലക്കാട് എന്ത് സംഭവിച്ചു, എങ്ങനെ ചിന്തിച്ചു പാലക്കാട് നോക്കാം. പാലക്കാട് ഷാഫി പറമ്പിൽ 54,079 കോൺഗ്രസിന്റെ സ്വന്തമാക്കിയപ്പോൾ ഇ ശ്രീധരൻ നോക്കൂ ശ്യാം, BJP ഇ ശ്രീധരൻ 50,220 വോട്ടുകൾ പെട്ടിയിലാക്കി. ഇനി CP പ്രമോദ് ആയിക്കോട്ടെ 36,433 സീറ്റുകൾ നോക്കൂ, ഭൂരിപക്ഷം വെറും 3,859 വോട്ടുകൾ. അതായത് സ്വീകാര്യനായ ജനകീയൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം വെറും 3,859. CPM-ന്റെ വോട്ട് മറയ്ക്കലാണ് ഷാഫിയെ കരകയറ്റിയെന്നുള്ള ഒരു വലിയ വിവാദം. വലിയൊരു ക്രോസ് വോട്ടിംഗ് തീർച്ചയായും. ഇനി ലോക്സഭ 2024 ലോക്സഭ അശ്വതി UDF-ന് എഡ്ജുണ്ട് 52,779. ഷാഫി പറമ്പിലായിരുന്നു. അല്ല, VK ശ്രീകണ്ഠൻ. UDF 52,879 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ LDF 34,640 വോട്ടുകൾ സ്വന്തമാക്കി. അപ്പോൾ നോക്കൂ, NDA 43,072 വോട്ടുകളാണ് പാലക്കാട് ആദ്യം സ്വന്തമാക്കിയത്. ഒരു കൃത്യമായ എഡ്ജ് നിയമസഭയിലും ലോക്സഭയിലും സ്വാഭാവികമായിട്ടും നേടാൻ പാലക്കാട് UDF-ന് സാധിച്ചു. പക്ഷേ 2026 എത്തുമ്പോൾ ആ ഒരു ലീഡ് കിട്ടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. തന്നെ തളിർത്ത ഫയർ ബ്രാൻഡ് ആണ് ശോഭാ സുരേന്ദ്രൻ. ഒരുപാട് വിവാദങ്ങളൊക്കെ അലട്ടിയെങ്കിലും ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് തന്നെയാണ് അവിടുത്തെ. ഈ വിവാദങ്ങൾ കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരു വ്യക്തമായ ഗൂഢാലോചന എപ്പോഴാണ് ഉണ്ടാവുക? ശോഭ ചേച്ചി ജയിക്കാൻ പോവുകയാണ്, അതായത് തോൽവി ഭയക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ചില വിവാദങ്ങൾ ഉണ്ടായത്. എന്തായാലും 4-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്കറിയാം. എന്റെ ഫസ്റ്റ് ടേക്ക് BJP 3 സീറ്റുകൾ 3 മുതൽ 11 സീറ്റ് വരെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞില്ല. അതിൽ ആദ്യ സീറ്റ് ഞാൻ ഉറപ്പിക്കുന്നത് സീറ്റിലൊന്ന് പാലക്കാട്. ഇനി മലമ്പുഴ കൂടി. ശ്രീകൃഷ്ണകുമാർ, BJP-യുടെ ശ്രീകൃഷ്ണകുമാർ മത്സരിച്ച മലമ്പുഴ 2021 ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മലമ്പുഴ 75,934 വോട്ടുകൾ A പ്രഭാകരൻ പെട്ടിയിലാക്കിയപ്പോൾ ശ്രീകൃഷ്ണകുമാർ 50,200 വോട്ടുകൾ. ഇനി നോക്കൂ ശ്യാം, SK അനന്തകൃഷ്ണൻ 35,444 വോട്ടുകൾ സ്വന്തമാക്കി. വലിയൊരു ഭൂരിപക്ഷമാണ്. നോക്കൂ, 25,734 വോട്ടുകൾ. ഇത്തവണ സ്വാഭാവികമായിട്ടും മലമ്പുഴ എന്ന് പറഞ്ഞാൽ VS അച്യുതാനന്ദന്റെ ഒരു സ്വന്തം തട്ടകമാണ്. VS-നൊപ്പം നിന്ന അദ്ദേഹത്തിന്റെ PA ആണ് ഇത്തവണ സുരേഷ്. അദ്ദേഹമാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ തന്നെയാണ്. ഒപ്പം ഒരു തീപ്പൊരി പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. തീർച്ചയായും വലിയ രീതിയിൽ തന്നെ ഒരു മത്സരമാണ് മലമ്പുഴയിൽ നടക്കാൻ പോകുന്നത്. 2024 ചിത്രം ഒന്ന് പരിശോധിച്ചാലോ? ലോക്സഭയിൽ ജനം എങ്ങനെ ചിന്തിച്ചു? LDF 49,295 വോട്ടുകൾ പെട്ടിയിലാക്കി. NDA അപ്പോൾ നോക്കൂ 48,467 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ UDF 55,815 വോട്ടുകളാണ് ഇവിടെ സ്വന്തമാക്കിയത്. UDF വലിയ രീതിയിൽ തന്നെ മേൽക്കൈ നേടുകയാണ്. ലോക്സഭയുടെ തിരഞ്ഞെടുപ്പ് ചിത്രം പുറത്തു വരുമ്പോൾ ഇനി 2026 നമുക്ക് കാത്തിരിക്കേണ്ടി വരും. വലിയ അട്ടിമറിയിലേക്ക് മലമ്പുഴ കടക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉറപ്പാണ്. വോട്ടിംഗ് ശതമാനം തീർച്ചയായും. ഇനി ഷൊർണൂരാണ് അശ്വതി. ഷൊർണൂരിലെ വളരെ പ്രധാനപ്പെട്ട പാലക്കാടിന്റെ ഒരു മണ്ഡലമാണ്. വളരെ തീവാറും പോരാട്ടം നടക്കുന്ന 2021 ചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മമ്മിക്കുട്ടി 74,400 വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ ഫിറോസ് ബാബു 37,726 വോട്ടുകളാണ് സ്വന്തമാക്കിയത്. നോക്കൂ, സന്ദീപ് വാര്യർ 36,973. സന്ദീപ് വാര്യർ BJP-ക്കൊപ്പമായിരുന്നു. പിന്നീട് കസേര കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം അല്ലല്ല ഇപ്പൊ അദ്ദേഹം അല്ല, നമ്മളത് മാധ്യമ പ്രവർത്തകരല്ലേ, നമ്മളത് പറയാൻ പാടില്ല. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഭൂരിപക്ഷം 36,674 വോട്ടുകളാണ് സ്വന്തമാക്കിയത്. ലോക്സഭയിൽ ഷൊർണൂർ മണ്ഡലം എങ്ങനെയായിരുന്നു ചിന്തിച്ചത് എന്നതാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാൻ പോകുന്നത്. 2024 ലോക്സഭ UDF അല്ല LDF ആണ്. UDF-ന് 52,366, LDF-ന് 56,117, NDA-ക്ക് 36,409 വോട്ടുകൾ. വളരെ കൃത്യമായ ചിത്രമാണ്. സ്വാഭാവികമായിട്ടും LDF-ന് ഒരു എഡ്ജ് ഷൊർണൂർ മണ്ഡലത്തിലുണ്ട്. 3,781 വോട്ടുകൾ. ഇനി ഒറ്റപ്പാലത്തേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മേജർ രവി തകർത്താടിയ പ്രചരണത്തിലുടനീളം തകർത്താടിയ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. 2026 ഏറെ പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഒറ്റപ്പാലം. കാണാം 2021 അശ്വതി. K പ്രേംകുമാർ 74,859 വോട്ടുകളാണ് ശ്യാം പെട്ടിയിലാക്കിയത്. P സരിനെ നോക്കൂ, P സരിൻ അവിടെ വന്നപ്പോൾ 54,800. ഇതുപോലെ തന്നെയാണ്. നേരത്തെ ഷൊർണൂര് പറഞ്ഞ പോലെയാണ്. അവിടെ സന്ദീപ് വാര്യരാണ് മറുകടം ചാടിയതെങ്കിൽ P സരിൻ UDF ആയിരുന്നു, പിന്നീട് അത് LDF-ലേക്ക് പോയി. 54,000-ലധികം വോട്ടുകൾ P സരിൻ സ്വന്തമാക്കി. നോക്കൂ, P വേണുഗോപാൽ അവിടെ 20,056 വോട്ടുകൾ സ്വന്തമാക്കിയതാണ്. അപ്പോൾ LDF-ന്റെ ഭൂരിപക്ഷം 20,000 മുകളിൽ. അപ്പോൾ LDF-ന്
വലിയ കൃത്യമായി തന്നെ ഒറ്റപ്പാലത്ത് പിടിമുറുക്കാൻ സാധിച്ചു 2021. എന്നാൽ ലോക്സഭയിലെത്തുമ്പോൾ ഒറ്റപ്പാലം എങ്ങനെയാണ്, ഒറ്റപ്പാലത്തെ മനസ്സ് എങ്ങനെയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആലോചന. 20,000-ത്തിലധികം വോട്ട് നേടിയ LDF-നെ മറികടന്നുകൊണ്ട് ലോക്സഭയിൽ 57,063 വോട്ട് UDF സ്വന്തമാക്കുന്നു. LDF 54,855, NDA 42,91. ശ്യാം, ഇത് നോക്കൂ, NDA-യുടെ ആ ചിത്രം നോക്കൂ. NDA 2021 നിന്നും 2024 വരുമ്പോൾ എത്രയധികം വോട്ടുകളാണ് സ്വന്തമാക്കുന്നത്. വോട്ടിംഗ് ശതമാനം കൂടുന്നു. അതായത് പരമ്പരാഗത വോട്ടുകൾ മാത്രമല്ല, LDF-ന്റെയും UDF-ന്റെയും വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ഈ NDA-ക്ക് സാധിച്ചു. അക്ഷരാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇവിടെ ഒറ്റപ്പാലത്ത് നടത്തിയിട്ടുണ്ട്. NDA 2,208 വോട്ടിന്റെ UDF-ന്റെ ലീഡ് മാത്രമേ അവിടെയുള്ളൂ. ഇനി നമുക്ക് അരുൺ ആലത്തൂർ കൂടി ചേരുന്നുണ്ട് വളരെ കൃത്യമായ വിലയിരുത്തലുമായി. അരുൺ, ഗ്രൗണ്ട് ലെവൽ കൃത്യമായി തന്നെ അറിയുന്ന ഒരു റിപ്പോർട്ടറാണ്, പാലക്കാടിന്റെ എല്ലാ സ്പന്ദനങ്ങളും മനസ്സിലാക്കുന്ന റിപ്പോർട്ടറാണ് അരുൺ. പറയൂ അരുണെ, എന്തായിരിക്കും മെയ് 4-ന് പെട്ടി പൊട്ടിക്കുമ്പോൾ ഈ 4 മണ്ഡലങ്ങൾ ചിന്തിക്കുക? ശ്യാമ, അശ്വതി, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ ഇത്തവണ പ്രവചനാതീതമായിട്ടുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. അതിലേതായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 4 മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിൽ തന്നെ പാലക്കാട് മണ്ഡലം, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയുമെന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ്. ഓരോ പോളുകളും, അതായത് അഭിപ്രായ സർവേകളാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പോൾ ഓരോ പോളുകളായിട്ട് ഇങ്ങനെ പുറത്തു വരുമ്പോൾ എല്ലാത്തിലും കൃത്യമായിട്ട് തന്നെ കേരളത്തിൽ താമര വിരിയുന്നത് 3 സീറ്റ് മുതൽ ഏകദേശം 14 സീറ്റ് വരെയൊക്കെ NDA പിടിക്കുമെന്ന് പറയുമ്പോൾ അതിലൊരു സീറ്റ് അത് പാലക്കാട് തന്നെ ആയിരിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയാണ്. അതിന് കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം, 2021 മെട്രോമാൻ E. ശ്രീധരൻ മത്സരിച്ച സമയത്ത് 1,00,000 വോട്ട് നേടിയിട്ടുള്ള മണ്ഡലമാണ്. ഇപ്പോഴാണെങ്കിൽ BJP-യുടെ ഫയർ ബ്രാൻഡായ ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള കൊണ്ടുപിടിച്ചുള്ള ബോധപൂർവമായ സൃഷ്ടിച്ച വിവാദങ്ങളും മറ്റുമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ തരണം ചെയ്ത് ഇത്തവണ താമര വിരിയിക്കുമെന്നുള്ളതാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്തരത്തിലാണ്. ആലപ്പുഴയിലാണെങ്കിലും ആറ്റിങ്ങലാണെങ്കിലും അവർ മത്സരിച്ച എല്ലായിടത്തും വലിയ രീതിയിൽ മുന്നേറ്റം നടത്തി വിജയത്തിന് തൊട്ടരികിൽ എത്തിയിട്ടുണ്ട്. ഇത്തവണ ഏതായാലും മണ്ഡലത്തിൽ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ താമര വിരിയിക്കാൻ കഴിയുമെന്നുള്ളതാണ് NDA-യുടെ കണക്കുകൂട്ടൽ. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന NMR റസാഖാണ്. ഈ NMR റസാഖ് ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പരിശോധിക്കുന്ന സമയത്ത്, വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുന്ന സമയത്ത് ഈ മുസ്ലിം വോട്ടുകൾ ഒരു N ബ്ലോക്ക് ആയിക്കൊണ്ട് കൃത്യമായിട്ട് കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഒറ്റപ്പാലത്തേക്കും അതുപോലെ തന്നെ മലമ്പുഴയിലേക്കും ഷൊർണൂരിലേക്കും വരുമ്പോൾ മലമ്പുഴയിലും 1,00,000-ലേറെ വോട്ടുകൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയൊക്കെ ഫലം പരിശോധിക്കുന്ന സമയത്ത് 1,00,000-ത്തിനടുത്ത് വോട്ട് ഇവിടെ BJP-ക്കും NDA-ക്കും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒറ്റപ്പാലത്തേക്ക് വരുമ്പോൾ മേജർ രവി എന്ന ഫാക്ടർ 40,000 വോട്ട് ലോക്സഭയിൽ നേടിയിട്ടുള്ള മണ്ഡലമാണ്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വിവരങ്ങൾ അവതരിപ്പിച്ചത് കൃത്യം സമഗ്രമാണ്. കാരണം അരുൺ അറിയാം പാലക്കാടിന്റെ സ്പന്ദനം.